കക്കാട് ദേശീയപാതയിൽ ഡിവൈഡർ നിർമ്മാണം നടന്നപ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പരാതികൾ നമ്മൾ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു. കളക്ടർ അറിയിച്ചിരുന്നു, നഗരസഭയിൽ നിന്ന് അറിയിച്ചിരുന്നു. പിന്നീട് നിർമ്മാണം നടക്കുന്ന സമയത്ത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ പ്രയാസപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും നമ്മുടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയും ഒന്നായി ചേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകി ബഹുമാനപ്പെട്ട KP മജീദ് സാഹിബ് MLA, നഗരസഭയിൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി സാഹിബ്, ഞങ്ങൾ ജനപ്രതിനിധികൾ ഒക്കെ നിവേദനം സമർപ്പിക്കുകയും NH പ്രോജക്റ്റ് ഡയറക്ടർ നേരിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിവേദനങ്ങൾ ഇങ്ങോട്ട് കരാർ കമ്പനിയോട് ഇത് പുനഃക്രമീകരിച്ച് നാടിൻ്റെ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇത് പുനഃക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരണം നടത്തുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ ഡിവൈഡർ പൊളിച്ച് അതിൻ്റെ വീതി കുറച്ച് നീളം കുറച്ച് അതിലുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യപ്രദമായ രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം. NH 66 വളാഞ്ചേരി രാമനാട്ടുകര സെക്ഷനിലെ ദേശീയപാത 66-ൽ കക്കാട് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കിന് കാരണമായ ഡിവൈഡർ പൊളിച്ചു നീക്കുന്നു. ഡിവൈഡറിന് വീതി കൂടുതലായതുകൊണ്ട് കക്കാട് ടൗണിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇത് പ്രദേശവാസികളിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതുമൂലം ടൗണിലെ കച്ചവടക്കാരും വലിയ പ്രയാസം നേരിട്ടതോടെ ജനങ്ങളും വ്യാപാരികളും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ തിരൂരങ്ങാടി നഗരസഭ അടിയന്തരമായി ഇടപെടുകയും നാഷണൽ ഹൈവേ കൊച്ചി കാര്യാലയം പ്രൊജക്ട് ഡയറക്ടറെ സമീപിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഡിവൈഡർ പൊളിച്ചു നീക്കി വീതി കുറച്ച് വീണ്ടും പുനർനിർമ്മാണം നടത്തുകയാണ്. ഈ വിഷയത്തിൽ തിരൂരങ്ങാടി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ ഇക്ബാൽ കല്ലുങ്ങലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നമ്മളെ ഈ വിഷയം അതിന്റെ ഗൗരവം പ്രോജക്ട് ഡയറക്ടറെ നേരിട്ട് വിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജില്ലാ കളക്ടറെ ഒക്കെ അറിയിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ നിമിഷവും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിരുന്നു. പ്രോജക്ട് ഡയറക്ടർ ഇതിന് അനുകൂലമായി വളരെ നല്ല സമീപനമാണ് സ്വീകരിച്ചത്. കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു നിർമ്മാണം നടത്തിയ ശേഷമുള്ള ഇതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ സഹിതം നമ്മൾ പ്രോജക്ട് ഡയറക്ടർ നേരിട്ട് സമർപ്പിച്ചു. അദ്ദേഹം അത് നേരിട്ട് കാണുകയും അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു ഇത് കരാർ കമ്പനിക്ക് ഇത് അടിയന്തരമായി പരിഹരിക്കണമെന്നുള്ള ആവശ്യം നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഈ വാട്സപ്പിൽ തന്നെ പലതവണ അദ്ദേഹം ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. ആ വാട്സപ്പിൽ അദ്ദേഹം ആ ഒരു കൃത്യമായ വിവരണം അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വാക്ക് അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് വലിയ ആശ്വാസകരമായി നമുക്ക് മാറും എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന കക്കാട്ടെ പ്രദേശവാസികൾക്കും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട തിരൂരങ്ങാടി നഗരസഭയ്ക്കും മലപ്പുറം സ്റ്റോറീസ് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
എത്താ ഇതൊക്കെ